നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പേരിൽ വ്യാജ വാർത്താക്കുറിപ്പ്. UAE കമ്പനികളുമായി കയറ്റുമതി ഇടപാട് നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾ ജാഗ്രത പാലിക്കണമെന്ന വാർത്ത തെറ്റെന്ന് അധികൃതർ. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സന്ദർശക വിസ നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി. സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രികളിൽ തീരുമാനമെടുക്കുക അതത് രാജ്യങ്ങളിലെ സൗദി എംബസിയും കോൺസുലേറ്റും. ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നേടാനുള്ള കുറഞ്ഞ പ്രായം 17 UAE. നിയമം പ്രാബല്യത്തിൽ വരിക ഈ മാസം 29 മുതൽ. ഗൾഫ് വിപണിക്ക് പ്രിയങ്കരമായി കുവൈറ്റ് ഉൽപ്പന്നങ്ങൾ. കയറ്റുമതിയിൽ 2.5% വർധനവ്. കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തത് 282 കോടി ദിനാറിന്റെ ഉൽപ്പന്നങ്ങൾ. ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിൽ എതിർപ്പുമായി കേരളവും. അഭിപ്രായ സമന്വയം വേണമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക തീർക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിനെതിരായ ചെന്നൈ സമ്മേളനത്തിലേക്ക് പിണറായിയെ ക്ഷണിച്ച് MK സ്റ്റാലിൻ. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ SFI നേതാവടക്കം 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. 2 പേർക്ക് സ്റ്റേഷൻ ജാമ്യം. സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി R ബിന്ദു. ക്യാമ്പസുകളിൽ ലഹരി സംഘങ്ങൾക്ക് SFI പിന്തുണയെന്ന് VD സതീശൻ. യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിന് ജാഗ്രത കുറവുണ്ടായെന്ന് SFI. സംസ്ഥാനത്ത് ഇന്നും പലയിടത്തും ലഹരിവേട്ട, ഒട്ടേറെ പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി നോക്കിയാൽ, ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്താക്കുറിപ്പ് പ്രചരിക്കുന്നു. ഭക്ഷ്യ ഉൽപ്പന്ന ജനറൽ ട്രേഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കയറ്റുമതി കമ്പനികൾ UAEയിലെ കമ്പനികളുമായി കരാറിലേർപ്പെടുമ്പോൾ ജാഗ്രത വേണമെന്ന കോൺസുലേറ്റ് നിർദ്ദേശം എന്ന പേരിലുള്ള വ്യാജ വാർത്താക്കുറിപ്പാണ് പ്രചരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി UAE കമ്പനികൾ കേന്ദ്ര സർക്കാരിന്റെ കരിമ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും വ്യാജ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ ഇന്ത്യൻ കോൺസുലേറ്റോ ഇത്തരമൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല എന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റുകളോട് അവ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏതാനും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സൗദി അറേബ്യയിൽ സന്ദർശക വിസ നൽകുന്നതിൽ വീണ്ടും നിയന്ത്രണം. സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുണ്ടായിരുന്ന സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി സംവിധാനം പൂർണ്ണമായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചു. പകരം അതത് രാജ്യങ്ങളിലെ കോൺസുലേറ്റുകളും എംബസികളുമാണ് മൾട്ടിപ്പിൾ, സിംഗിൾ എൻട്രികൾ തീരുമാനിക്കേണ്ടതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ സന്ദർശക വിസ, മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൗകര്യം സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്ന് പിൻവലിച്ചിരുന്നു. പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും നാട്ടിലെ VFS കേന്ദ്രങ്ങളിൽ മൾട്ടിപ്പിൾ എൻട്രി സൗകര്യം പുനഃസ്ഥാപിച്ചില്ല. പകരം എല്ലാ അപേക്ഷകർക്കും 1 മാസത്തേക്കുള്ള സിംഗിൾ എൻട്രി വിസയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ വ്യാഴാഴ്ച മുതൽ സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ, സിംഗിൾ എൻട്രിയും പൂർണ്ണമായും പിൻവലിച്ചു. ഇനി അപേക്ഷകന് അനുവദിക്കേണ്ടത് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അതത് രാജ്യങ്ങളിലെ സൗദി കോൺസുലേറ്റുകൾക്കും എംബസികൾക്കും ആയിരിക്കും. UAEയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടാനുള്ള കുറഞ്ഞ പ്രായം 17 ഈ മാസം 29 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള കുറഞ്ഞ പ്രായം 17 നിയമം സർക്കാർ പ്രഖ്യാപിച്ചത്. കാറുകൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങൾ ഓടിക്കാനുള്ള പ്രായമാണ് 18 നിന്നും 17 കുറച്ചത്. നിലവിൽ 17.5 വയസ്സ് പ്രായമുള്ളവർക്ക് ഡ്രൈവിംഗ് പഠനത്തിന് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് ലഭിക്കാൻ 18 വയസ്സ് പൂർത്തിയാക്കണം. 17 വയസ്സ് കുറഞ്ഞ പ്രായമാക്കി മാറ്റുന്നതോടെ ഈ നിബന്ധന ഇല്ലാതാകും. രാജ്യത്തെ യുവജനങ്ങൾ പുതിയ ഭേദഗതിയെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
കുവൈറ്റിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫ് നാടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏറെ സ്വീകാര്യത. കഴിഞ്ഞ വർഷം കുവൈറ്റ് നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 2.5% വർദ്ധിച്ചതായി റിപ്പോർട്ട്. 282 കോടി ദിനാറിന്റെ കുവൈറ്റി ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തത്. 2023-ൽ ഇത് 275 കോടി ദിനാറായിരുന്നു. 2024-ൽ ആകെ കയറ്റുമതിയിൽ 63%വും GCC രാജ്യങ്ങളിലേക്കാണ് പോയത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പാനീയങ്ങൾ, വസ്ത്രങ്ങൾ, രാസവസ്തുക്കൾ, ഫർണിച്ചർ, വൈദ്യുതി ഉപകരണങ്ങൾ, ലോഹ ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ്, അലുമിനിയം മുതലായവയാണ് കുവൈറ്റ് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ഉന്നത ഗുണനിലവാരം, വിലക്കുറവ്, നൂതന ഉൽപ്പന്നങ്ങൾ മുതലായ ഘടകങ്ങളാണ് കുവൈറ്റ് ഉൽപ്പന്നങ്ങളെ ഗൾഫ് വിപണി പ്രധാനമായും ആകർഷിക്കുന്നത്. കുവൈറ്റിൽ സാധനം വാങ്ങി പണം നൽകാതെ പോകാൻ ശ്രമിച്ചയാളെ തടയുന്നതിനിടെ പ്രവാസിക്ക് ദാരുണാന്ത്യം. അൽ മുത്ല പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു മൊബൈൽ പലചരക്ക് കടയിലെ സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന പ്രവാസിയാണ് മരിച്ചത്. പ്രതി തൊഴിലാളിയോട് സാധനങ്ങൾ ആവശ്യപ്പെടുകയും പണം നൽകാൻ വിസമ്മതിക്കുകയും വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. തൊഴിലാളി അയാളെ തടയാൻ കാറിൽ തൂങ്ങിപ്പിടിച്ചു. ഈ അപകടത്തിലാണ് പ്രവാസിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് ആസൂത്രിത കൊലപാതകവും ബലപ്രയോഗത്തിലൂടെയുള്ള കവർച്ചയുമായി രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാൻ ഡിറ്റക്റ്റീവുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രവാസി ഏത് രാജ്യക്കാരനാണ് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഡ്രോണുകൾ പറത്തുന്നതിന് സ്വകാര്യ കമ്പനികൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി UAE. CAR എയർ സ്പേസ് പാർട്ട് യുസ്പേസ് എന്ന പേരിലാണ് നിയന്ത്രണ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചത്. ഡ്രോൺ സേവനങ്ങൾ നൽകുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും മാനദണ്ഡങ്ങൾ ബാധകമാണ്. പരിശീലനം, കരാറുകൾ, ഗുണനിലവാരം, സുരക്ഷ, ഓഡിറ്റിംഗ് തുടങ്ങി എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഡ്രോൺ പ്രവർത്തനങ്ങളും വ്യോമയാന ഗതാഗതവും തമ്മിലുള്ള സംയോജനം സുഗമമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത്. വിനോദ ആവശ്യങ്ങൾക്കായി ഡ്രോൺ പറത്തുന്നതിനുള്ള നിയന്ത്രണം UAE ഈയിടെ ഭാഗികമായി നീക്കിയിരുന്നു. സൗദിയിൽ നേരത്തെ സംബന്ധിച്ച സ്ഥലങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൊറിയർ പാഴ്സലുകൾ എത്തിക്കുന്നതിൽ പരാജയപ്പെടുന്ന കമ്പനികൾക്ക് 5000 റിയാലിൽ കുറയാത്ത പിഴ ചുമത്തുമെന്ന് സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ ലഭിക്കുന്നതിന് കാലതാമസമോ പാഴ്സലുകൾ ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ ഡെലിവറി കമ്പനികൾക്കെതിരെ പരാതിപ്പെടാവുന്നതാണ്. ഇതിനുള്ള സംവിധാനം അതോറിറ്റി വിശദീകരിച്ചു. ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നുള്ള പർച്ചേസ് ചെയ്യുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പാഴ്സലുകൾ ശേഖരിക്കാൻ ഗുണഭോക്താക്കളെ നിർബന്ധിക്കാതെ എഗ്രിമെന്റ് ചെയ്ത സ്ഥലങ്ങളിലേക്ക് പാഴ്സൽ എത്തിക്കുന്നതിന് കമ്പനി തയ്യാറാവും. കുവൈറ്റിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ ഇമാമുമാർ, മുഅദ്ദീനുകൾ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്ലാമിക കാര്യ മന്ത്രാലയം. വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ രാജ്യങ്ങളെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ വിമർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മന്ത്രാലയം അവരോട് ആവശ്യപ്പെട്ടു. പള്ളികളുടെ മേഖലയിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ബദർ അൽ ഒതൈബി പുറത്തിറക്കിയ ഒരു ഭരണപരമായ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ പള്ളികൾക്കും അവയിലെ ജീവനക്കാർക്കുമുള്ള ഭരണപരമായ നിയന്ത്രണങ്ങളെക്കുറിച്ച് ഗവർണറെ ിലെ പള്ളികളുടെ വകുപ്പ് ഡയറക്ടർമാർക്ക് അയച്ച സർക്കുലറിൽ അറിയിച്ചിട്ടുണ്ട്. പള്ളികളുടെ തുറക്കുന്നതും അടയ്ക്കുന്നതുമായ സമയങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും സർക്കുലറിൽ ഊന്നി പറഞ്ഞു. കുവൈറ്റിൽ വിവിധ കുറ്റങ്ങളിൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞിരുന്ന സൈനിക കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം അമേരിക്കൻ തടവുകാരെ കുവൈറ്റ് മോചിപ്പിച്ചു. രണ്ട് സഖ്യകക്ഷികൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ സൂചനയായി ഇത് കണക്കാക്കപ്പെടുന്നുവെന്നാണ് തടവുകാരുടെ പ്രതിനിധി പറഞ്ഞത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഉന്നത പ്രതിനിധിയായ ആദം ബോഹ്ലർ അടുത്തിടെ കുവൈറ്റ് സന്ദർശിച്ചതിനെ തുടർന്നാണ് ഈ മോചനം. വിദേശ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള US ഗവൺമെന്റിന്റെ തുടർച്ചയായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന്റെ 16ാം പതിപ്പ് ഏപ്രിൽ 23 മുതൽ മെയ് 4 വരെ നടക്കുമെന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു. ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള ഏറ്റവും പുതിയ കൃതികളുടെ വൈവിധ്യമാർന്ന ശ്രേണി പ്രദർശിപ്പിക്കും. 12 ദിവസത്തെ മേളയിൽ സംവാദങ്ങൾ, നാടക കലാപ്രകടനങ്ങൾ, വിദ്യാഭ്യാസ വിനോദ പരിപാടികൾ എന്നിവയും നടക്കും. കുട്ടികളുടെയും യുവാക്കളുടെയും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിദഗ്ധർ നയിക്കുന്ന
സംവേദനാത്മക വർക്ക്ഷോപ്പുകൾ ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ ഉണ്ടായിരിക്കും. കുട്ടികളുടെ സാഹിത്യത്തിൽ വൈദഗ്ധ്യമുള്ള എഴുത്തുകാർ, ചിത്രകാരന്മാർ, പ്രസാധകർ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ മേളയുടെ ഭാഗമാകും. ഇനി മറ്റു വാർത്തകൾ നോക്കിയാൽ ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിൽ അഭിപ്രായ സമന്വയം വേണമെന്ന മുഖ്യമന്ത്രി പറയുന്നു. നിലവിലെ ആനുപാതിക വിഹിതത്തിൽ കുറവ് വരുത്താതെ വേണം പുനർനിർണയം നടത്തേണ്ടത്. ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്റ് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ചെന്നൈയിൽ നടത്തുന്ന സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ക്ഷണമുണ്ട്. തമിഴ്നാട് IT മന്ത്രി നേരിട്ടെത്തിയാണ് സ്റ്റാലിന്റെ കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കണമെന്ന് താൽപര്യം പ്രകടിപ്പിച്ചാണ് സ്റ്റാലിന്റെ കത്ത്. ഈ മാസം 22-നാണ് സമ്മേളനം. സമ്മേളനത്തിന് പൂർണ്ണ പിന്തുണ പിണറായി അറിയിച്ചു. ഏകപക്ഷീയമായി മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ യോജിച്ച നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വൻ കഞ്ചാവ് വേട്ട. പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. കേസിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 2 പേർക്ക് ജാമ്യം അനുവദിച്ചു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കമാണ് പിടിയിലായത്. 3 പേരെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതേസമയം കേസിൽ തന്നെ കുടുക്കിയതാണെന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തുന്നത്. പരിശോധനയ്ക്കിടയിൽ 2 മുറികളിൽ നിന്നായി 2 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തി. സംഭവ സമയത്ത് തന്നെ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസിനെ കണ്ട് 3 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ മുറികളിൽ നിന്നും ലഹരി വസ്തുക്കൾ അളക്കുന്നതിനുള്ള ഉപകരണങ്ങളും മദ്യക്കുപ്പികളും കണ്ടെത്തി. ആദിത്യനും അഭിരാജിനും പോലീസ് ജാമ്യം അനുവദിച്ചു. ഇവരുടെ മുറിയിൽ നിന്നും 9 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. പരിശോധനയ്ക്കെത്തിയ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും തൻ്റെ കയ്യിൽ നിന്നല്ല കഞ്ചാവ് കണ്ടെത്തിയതെന്നും അഭിരാജ് പറഞ്ഞു. ഇവിടെ ഇത് നിൻ്റെ റൂമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ല സാറേ, എൻ്റെ റൂം മേളില്ല. ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള നാളെ കോളേജിൽ പരിപാടിയൊക്കെ ഉള്ളത്. യൂണിയനാണ് ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ഈ യൂണിയനാണ് വലുത് പോലീസുകാരാണ് വലുത്. അങ്ങനെയൊക്കെ കുറേ എൻ്റെ അടുത്ത് പോലീസുകാർ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇത് പോലീസുകാരെന്നെ വിളിച്ചിട്ട് മേലോട്ട് എൻ്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് നിൻ്റെ റൂമാണോ, നിൻ്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കബോർഡിലൊന്നുമില്ല, എൻ്റെ ഷർട്ടിലൊന്നുമില്ല, എൻ്റെ പാൻറ്റിലൊന്നുമില്ല, ഞാനിവിടെ കേടുവന്നു, എൻ്റെ ദേഹം പരിച്ചു, എൻ്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. കോളേജിലെ ഹോളി ആഘോഷത്തിന് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചത്. ക്യാമ്പസിനകത്ത് കഞ്ചാവിൻ്റെ വിൽപ്പനയും ഉപയോഗവും ഉണ്ടായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് കോളേജിൻ്റെ സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലാണ്. അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ താമസിക്കുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല നമുക്ക് കിട്ടിയിരുന്നൊരു ഇൻഫർമേഷൻ, ഇന്ന് നടക്കുന്ന ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ആഘോഷം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ അവർ വ്യാപകമായ രീതിയിൽ ഈ കഞ്ചാവ് കളക്ട് ചെയ്തതെന്നും പിരിവ് എടുക്കുന്നതെന്നൊക്കെയാണ് കിട്ടിയ ഇൻഫർമേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ റെയ്ഡ് നടത്തിയത്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഈ ഒരു കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ പരസ്പരം പഴിചാരി KSU SFI പ്രവർത്തകർ. 2 കിലോ കഞ്ചാവ് പിടികൂടിയത് KSU പ്രവർത്തകരുടെ മുറിയിൽ നിന്നാണെന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. കേസിൽ SFIയെ കുരുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും പ്രവർത്തകർ ആരോപിച്ചു. അതേസമയം കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തെ കോളേജ് പ്രിൻസിപ്പൽ ന്യായീകരിച്ചു. കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ SFIക്ക് പങ്കില്ലെന്നാണ് പ്രവർത്തകരുടെ വാദം. അഭിരാജുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ പയ്യനെ ഇതിനകത്ത് പെടുത്തിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. KSUവിൻ്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ
SFIക്കാരനും ഇരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലയ്ക്ക് KSUക്കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. കേസിൽ അഭിരാജിനെ കുടുക്കിയതാണെന്നും പ്രവർത്തകർ പറഞ്ഞു. സംഭവ സമയത്ത് ഓടി രക്ഷപ്പെട്ടത് KSU പ്രവർത്തകരാണെന്നും SFI ആരോപിച്ചു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് KSUവിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി. അത് അവർ പറഞ്ഞുണ്ടാക്കണേ. ഞങ്ങൾ KSUവിൽ ഇവിടെ വാഹനത്തിൽ നിന്നിട്ടുണ്ട് അതിനു വേണ്ടി. ഞാൻ KSU എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്, എന്നിട്ട് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുമൂലം എന്തുവാ മറ്റിതര പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി. നീ എവിടെ പോയി? ഞങ്ങൾ തിരിച്ചു വരാൻ. അതേസമയം കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ വിചിത്രവാദവുമായി കോളേജ് പ്രിൻസിപ്പൽ. കോളേജ് ആഘോഷങ്ങളിൽ ലഹരി സ്വാഭാവികമാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഒരു ആഘോഷം നടക്കാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മുൻകരുതൽ എന്നുള്ള രീതിയിൽ നടന്ന റെയ്ഡാണ് ഇതെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ പിടിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ അത് യൂണിയനൊന്നും അല്ലെങ്കിൽ സംഘടനകൾക്കൊന്നും അതിനകത്ത് ഒരു കുട്ടി ഏതൊരു കുട്ടി സാധാരണ നമ്മളുടെയൊക്കെ മക്കൾ പെടുന്ന പോലെ അതിനകത്ത് പെട്ടു എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ആഘോഷങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആഘോഷം വരുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരുപക്ഷേ എന്തെങ്കിലും കൂടുതൽ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. SFI പ്രവർത്തകൻ പിടിയിലായത് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് മാത്രമേ കാണുന്നുള്ളൂവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. കളമശ്ശേരിയിലെ ലഹരി കേസിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു. സമഗ്ര അന്വേഷണത്തിനായി സിറ്റർ ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാമിനെ അന്വേഷണത്തിന് നിയോഗിച്ചു. ലഹരിക്കെതിരെ 3500 ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും ലഹരിയുടെ വിവരങ്ങൾ വിദ്യാർത്ഥികൾ കൈമാറണമെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. കളമശ്ശേരിയിൽ ലഹരി പിടികൂടാൻ സഹായകമായത് വിദ്യാർത്ഥികളും കോളേജ് യൂണിയനും ചേർന്ന് രൂപീകരിച്ച സംഘടന വി ക്യാൻ എന്ന സംഘടനയ്ക്ക് ലഭിച്ച വിവരമാണ് വഴിത്തിരിവായത്. ഹോളി ആഘോഷത്തിനെത്തിച്ച ലഹരിയാണ് പിടികൂടിയത്. ലഹരി മരുന്ന് മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷകർത്തൃത്വമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ SFI നേതാക്കന്മാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാവും. SFI പങ്കാളിത്തം ഒറ്റപ്പെട്ട സംഭവമല്ല. KSU നേതാക്കളാണ് പ്രതികളെന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്നും VD സതീശൻ പറഞ്ഞു. യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. വയനാട് ബത്തേരിയിൽ കഞ്ചാവ് അടങ്ങിയ മിഠായി പിടികൂടി. സുൽത്താൻ ബത്തേരിയിലെ കോളേജ് വിദ്യാർത്ഥിയിൽ നിന്നാണ് കഞ്ചാവ് മിഠായി പിടിച്ചെടുത്തത്. വിദ്യാർത്ഥി ഓൺലൈനിൽ നിന്നാണ് കഞ്ചാവ് അടങ്ങിയ മിഠായി വാങ്ങിയതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 3 മാസമായി ഓൺലൈനിലൂടെ വാങ്ങിയ മിഠായി വിദ്യാർത്ഥി മറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പോലീസ് വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് മിഠായി കണ്ടെത്തിയത്. മറ്റൊരു വിദ്യാർത്ഥിയാണ് നൽകിയതെന്ന് ഇവർ മൊഴി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഓൺലൈനിലൂടെ വാങ്ങി 30 രൂപ നിരക്കിൽ കഞ്ചാവ് മിഠായി വിൽപ്പന നടത്തിയതെന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 3 മാസമായി മിഠായി ഓൺലൈൻ വഴി വാങ്ങി വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതായാണ് ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥി പറഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചും ലഹരി മാഫിയ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തുന്നുണ്ടെന്നും ബന്ധപ്പെട്ടവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. 2 വിദ്യാർത്ഥികൾക്കെതിരെ NDPS വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. കൊല്ലത്ത് ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ഇത്തരത്തിൽ 10ഓളം അറസ്റ്റുകളാണ് രേഖപ്പെടുത്തിയത്. എക്സൈസും പോലീസും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ലഹരി ഉപയോഗവും കച്ചവടവും വർദ്ധിച്ചു വരുന്നതായാണ് അടുത്തിടെ ഉണ്ടാകുന്ന പോലീസിന്റെയും എക്സൈസിന്റെയും അറസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൊല്ലം ചവറയിൽ കഴിഞ്ഞ ദിവസം 17 ഗ്രാം MDMA-യുമായി ബോക്സിംഗ് പരിശീലകനായ യുവാവിനെ പിടികൂടി. പന്മന വടുതല സ്വദേശി ഗോകുലിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയിരുന്നു. ഗ്രാമമേഖലയിലെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് MDMA എത്തിച്ചത്. 17 ഗ്രാമോളം MDMA ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് വീര്യം കൂടിയ ഇനത്തിലുള്ള MDMA ആണെന്നാണ് പ്രതി നമുക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഗ്രാമിന് 8,000 മുതൽ 10,000 രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത്.
കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഏകദേശം 150 കിലോയോളം കഞ്ചാവാണ് നമ്മൾ സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടി പിടിച്ചെടുത്തിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇത്തരം രാസലഹരികൾ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മൊത്ത വിതരണക്കാരിൽ നിന്നാണ് പ്രതി MDMA വാങ്ങിയത്. ഇയാളെക്കുറിച്ചും സൂചന ലഭിച്ചതായി എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് പറഞ്ഞു. കൊല്ലം സിറ്റി പോലീസിന്റെ ലഹരിവേട്ടയിലും കഴിഞ്ഞ ദിവസം 2 പേർ പിടിയിലായി. MDMAയുമായി ഇടവ സ്വദേശികളായ സജീവ്, ഡിബിൻ എന്നിവരാണ് പിടിയിലായത്. കൊല്ലം ഈസ്റ്റ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നായിരുന്നു പരിശോധന. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ പരസ്യ പ്രതികരണം നടത്തിയ എ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകി CPM സംസ്ഥാന സെക്രട്ടറി. പത്മകുമാറിന്റെ പരസ്യ പ്രസ്താവന തെറ്റെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. P ജയരാജന്റെ ഒഴിവാക്കലിലും CPM വിശദീകരണം നൽകി. പുതുതായി തെരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റി ആദ്യ യോഗം ചേർന്നു. പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ഇന്ന് ചേർന്ന ആദ്യ യോഗത്തിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. PB അംഗം MA ബേബിയായിരുന്നു റിപ്പോർട്ട് അവതരണം. വർത്തമാനകാല സ്ഥിതിയെ നേരിടാൻ പാർട്ടിയെ കൂടുതൽ രാഷ്ട്രീയമാക്കണമെന്ന് യോഗം തീരുമാനിച്ചു. സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പിണങ്ങിപ്പോയ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാറിന്റെ വിമർശനം സംബന്ധിച്ച് ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി ചർച്ച ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ പരിശോധനയുണ്ടാകും. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് തെറ്റാണ്. അവർക്കെതിരെ നടപടിയുണ്ടാകും. കൃത്യമായ സംഘടനാ നടപടിയുണ്ടാകുമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. P ജയരാജന്റെ ഒഴിവാക്കലിലും വന്നു പാർട്ടി സെക്രട്ടറിയുടെ വ്യക്തമായ വിശദീകരണം. പാർട്ടി തീരുമാനങ്ങളുടെ മെറിറ്റും മൂല്യവും വ്യക്തിപരമായി ഓരോരുത്തർക്കും ബോധ്യപ്പെടേണ്ടതാണ്. ബോധ്യപ്പെടാത്തവരെ അത് ബോധ്യപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ. M സ്വരാജിനെതിരെയും വടിയെടുക്കാനും മുതിർന്ന നേതാക്കൾ മറന്നില്ല. വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടൽ പ്രശ്നമാണ്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല. അത് ഉണ്ടാക്കും പോരെ. അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തിയല്ലേ വേണ്ടേ? അത് ഞങ്ങൾ ചെയ്യും. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നേതാക്കളുടെ പരസ്യ പ്രസ്താവനയിൽ ആദ്യമായാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ED നോട്ടീസ് നൽകിയത് നേരത്തെയുള്ള ഗൂഢാലോചനകളുടെ തുടർച്ചയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും ദുർബലപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ വീണ്ടും കേരളത്തിൽ എത്തിയിരിക്കുകയാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ED നോട്ടീസിന് മറുപടി നൽകി K രാധാകൃഷ്ണൻ MP. EDയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണ്. EDയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് അന്വേഷണവും നേരിടാം. പാർലമെന്റ് കഴിഞ്ഞ് EDക്ക് മുന്നിൽ ഹാജരാകുമെന്നും K രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്നും ഇന്നലെയാണ് എത്തിയതെന്നും വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിഞ്ഞതെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നത്. എതിരാളികളെ എങ്ങനെ അമർച്ച ചെയ്യാമെന്നാണ് ED നോക്കുന്നത്. പാർലമെന്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്താണെന്ന് അറിയില്ല. ഇതുവരെ നമ്മൾ ചോദിച്ചില്ല. കേസ് തുടങ്ങിയിട്ട് കുറേ കാലമല്ലോ. ഇതുവരെ ഇപ്പോൾ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ദൂരീകരിക്കാൻ വേണ്ടിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പാർലമെന്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും EDയുടെ മുമ്പിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല. വ്യക്തിപരമായ സ്വത്തുക്കളുടെയും മറ്റ് ഡോക്യുമെന്റുകളും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച ചർച്ചയുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ ബാങ്കുമായുള്ള CPM ബന്ധം, CPM പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ED K രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ദർശനത്തിന് പുതിയ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ദർശന ക്രമീകരണത്തിൽ 18ാം പടി കയറി എത്തുന്ന ഭക്തർക്ക് 20 സെക്കൻഡോളം അയ്യനെ കണ്ട് തൊഴാൻ അവസരമുണ്ട്. ഭക്തരുടെ ചിരകാല ആവശ്യമായിരുന്നു ഭംഗിയായി ഏറെ നേരം അയ്യനെ കണ്ട് തൊഴണമെന്നുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനത്തിൽ ശ്രീകോവിലിന് മുന്നിൽ വെറും 5 സെക്കൻഡ് മാത്രമായിരുന്നു ദർശനത്തിന് സൗകര്യമുണ്ടായിരുന്നത്. എന്നാൽ മീനമാസ പൂജയ്ക്ക് നട തുറന്നതോടെ പുതിയ ക്രമീകരണത്തിൽ ബലിക്കൽപുര മുതൽ തന്നെ അയ്യനെ കണ്ട് തൊഴാനുള്ള അവസരമുണ്ടായിരുന്നു. 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഇത്തവണ അയ്യനെ കാണാൻ കാത്തു നിൽക്കേണ്ടി വന്നില്ല. നേരെ കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി ശ്രീകോവിലിന് മുന്നിലേക്ക്.
ഏറെ സംതൃപ്തിയോടെയാണ് ഓരോ ഭക്തനും അയ്യനെ കണ്ടു തൊഴുതത്. ഇന്ന് ട്രയൽ എന്ന നിലയിൽ ആരംഭിച്ച സംവിധാനം വിഷുവിന് നട തുറക്കുമ്പോഴും പരീക്ഷിക്കും. ഇത് വിജയിക്കുകയാണെങ്കിൽ അടുത്ത മണ്ഡലകാലത്തും ദർശനത്തിന് ഈ സംവിധാനം പിന്തുടരും. പുതിയ ക്രമീകരണം വിലയിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അഡ്വക്കേറ്റ് A അജികുമാർ എന്നിവരും ഉണ്ടായിരുന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിച്ചത്. നാളെ രാവിലെ 5 മണിക്ക് നട തുറക്കും. മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കാൻ അമൃത യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ടീമുമായി സഹകരിച്ചുള്ള പദ്ധതിക്ക് ഏപ്രിൽ മാസത്തിൽ തുടക്കമാകുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാത അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം യൂണിവേഴ്സിറ്റി റിസർച്ച് ടീം ദുരന്ത സാധ്യത പ്രദേശങ്ങൾ സന്ദർശിച്ച് പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ ചെലവും അമൃത യൂണിവേഴ്സിറ്റി വഹിക്കുമെന്നും അമ്മ പ്രഖ്യാപിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്കായി 15 കോടി രൂപയുടെ കർമ്മപദ്ധതി ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സർക്കാരുമായി സഹകരിച്ചുള്ള ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമൊരുക്കൽ. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ ഇനിയൊരു മനുഷ്യജീവൻ പൊലിയരുതെന്ന അമ്മയുടെ കാഴ്ചപ്പാടായിരുന്നു പദ്ധതിയുടെ ആശയം. അമ്മയുടെ നിർദ്ദേശപ്രകാരം അമൃത യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസിലെ ഡയറക്ടറും പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ മനീഷ വിനോദിനി രമേശിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം 7 മാസം മുമ്പ് വയനാട്ടിലെത്തി പഠനവും നടത്തി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ കഴിയുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള ഉരുൾപൊട്ടൽ സംവിധാനങ്ങളെ കുറിച്ച് അറിയാൻ അമൃത സീഡ്സ് യൂണിവേഴ്സിറ്റിയുമായി ഒരു അതോറിറ്റി സഹകരിച്ചുകൊണ്ടൊരു സംവിധാനം ആലോചിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 2006 മുതൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശ സംവിധാനങ്ങൾ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നുണ്ട്. മൂന്നാറിൽ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ജാഗ്രതാ നിർദ്ദേശ സംവിധാനം വഴി ആളപായം ഒഴിവാക്കാൻ സാധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ദുരന്തം വിതച്ച ഭൂമിയിലും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചത്. ഈ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന ജാഗ്രതാ സംവിധാനമൊരുക്കാനുള്ള ചിലവുകളെല്ലാം തന്നെ അമൃത യൂണിവേഴ്സിറ്റിയാണ് വഹിക്കുക. അമൃത ന്യൂസ്, വയനാട്. മത്സ്യബന്ധനത്തിനിടെ അപകടകാരിയായ ബറക്കുട മത്സ്യത്തിന്റെ കുത്തേറ്റ് അതീവ ഗുരുതരമായി പരിക്കേറ്റയാളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് അമൃത ആശുപത്രി. രാത്രിയിൽ കടലിനടിയിലെ മത്സ്യബന്ധനത്തിനിടെയാണ് മാലിദ്വീപ് സ്വദേശിയായ 32 വയസ്സുള്ള യുവാവിനെ ടൈഗർ ഫിഷ് ഗണത്തിൽപ്പെടുന്ന ബറക്കുട മത്സ്യം ആക്രമിച്ചത്. സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കഴുത്തിന് പിറകിൽ മത്സ്യത്തിന്റെ പല്ല് സുഷുമ്നാ നാഡിയിൽ തറച്ചതിനാൽ യുവാവിന്റെ ഇടത് കൈയും കാലും തളർന്ന അവസ്ഥയിലായിരുന്നു. തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ കഴുത്തിലെ സുഷുമ്നാ നാഡിയിൽ മത്സ്യത്തിന്റെ പല്ലിന്റെ 10-ലധികം ഭാഗങ്ങൾ തറച്ചതായി കണ്ടെത്തി. ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജേഷ് മേനോന്റെയും ഡോക്ടർ ഡാൽവിൻ തോമസിന്റെയും മൻസൂറിന്റെയും ഡോക്ടർ ഗോകുൽദാസിന്റെയും നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഇത്തരത്തിലെ അതിസങ്കീർണമായ ശസ്ത്രക്രിയ ന്യൂറോ സർജറിയിൽ അത്യപൂർവമാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. ഒരു ലൈറ്റിൻ്റെ ഒരു പ്രഭാവത്തിൽ ഒരു ബറക്കൂട മത്സ്യം വന്ന് ആക്രമിക്കുകയും കഴുത്തിൻ്റെ പിന്നിൽ വന്ന് കുത്തി ആ കഴുത്തിൻ്റെ പിന്നിൽ ഒന്നാമത്തെ രണ്ടാമത്തെ എല്ലിൻ്റെ ഇടയിൽ കൂടെ പോയി ഈ കുത്തിയ മീനിൻ്റെ മുൻഭാഗത്തെ പല്ലുകളെല്ലാം സുഷുമ്നാഡിയിലെ ഉള്ളിൽ പൊട്ടി ഇരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ജീവനോടെ ആശുപത്രിയിൽ എത്തിയ ഒരാളുടെ ചരിത്രം ലോകത്തിലില്ല. ഇതിന് നമ്മളുടെ ആശുപത്രിയിലുള്ള ആധുനിക ഉപകരണങ്ങളിൽ ഞങ്ങളെ വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്കിവിടെ റിയൽ ടൈം, അതായത് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പൈനൽ കോഡിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. അത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇതെല്ലാം നമുക്ക് എടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് ചകഞ്ഞ് നോക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. അതുകൊണ്ട് ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബാക്കി ഇരിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ CT സ്കാൻ എടുക്കാനുള്ളൊരു സൗകര്യം നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയത്. ടൈഗർ ഫിഷ് ഗണത്തിൽപ്പെടുന്ന ഈ മത്സ്യത്തിന്റെ ആക്രമണം മാലി ദ്വീപ് നിവാസികൾ മുമ്പും നേരിട്ടിരുന്നു. വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതിനാൽ പലരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.
IPL-ൽ അക്സർ പട്ടേലിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ച് ഡൽഹി ക്യാപിറ്റൽസ്. ഫ്രാഞ്ചൈസി മാറിയ ഋഷഭ് പന്തിന് പകരമാണ് അക്സറിനെ ഡൽഹി ക്യാപ്റ്റനാക്കിയത്. KL രാഹുലിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മാനേജ്മെന്റ് പരിഗണിച്ചിരുന്നുവെങ്കിലും താരം നിരസിക്കുകയായിരുന്നു. 2 ICC കിരീടങ്ങളുടെ പ്രകടനത്തിലാണ് അക്സർ ഡൽഹി ടീമിനെ നയിക്കാനെത്തുന്നത്. അതേസമയം മുംബൈ ഇന്ത്യൻസിനായി കളിക്കുന്ന ബുംറയ്ക്ക് പരിക്ക് കാരണം ഈ സീസണിൽ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകും. ഏപ്രിൽ ആദ്യത്തോടെ ബുംറ ടീമിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ചിൽ മുംബൈക്ക് 3 മത്സരങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.